പുതുവർഷത്തിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ നടുക്കിയ ഒന്നായിരുന്നു അമേരിക്കയിൽ നടന്ന ഭീകര ആക്രമണം. അതിൽ ഇപ്പോൾ മരണസംഖ്യ ഉയരുന്നു, പലരുടെയും നില ഗുരുതരമായി തുടരുന്നു. അവരുടെ നിലയും കൂടി പരിശോധിക്കുമ്പോൾ മരണസംഖ്യ വലിയ രീതിയിലേക്ക് ഉയരുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും അതിൽ തൊട്ടു പിന്നാലെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അവരുടെ നിയമങ്ങൾ കുറച്ചുകൂടി കർശനമാക്കി മുൻപോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു. പുതുവർഷ ദിനത്തിൽ തന്നെ ഈ ബുർഖ നിരോധിച്ചുകൊണ്ട് സ്വിറ്റ്സർലൻഡ് ഉത്തരവിറക്കിയിരിക്കുന്നു. ഇത് നിയമം ലംഘിക്കുന്നവർക്ക് 1000 സ്വിസ് ഫ്രാങ്ക്, അതല്ല എങ്കിൽ $1100 പിഴയായി നൽകണം എന്നുള്ളതാണ് സ്വിറ്റ്സർലൻഡിൽ ഇപ്പോൾ ഉത്തരവിലൂടെ പറഞ്ഞിരിക്കുന്നത്. വലിയ രീതിയിൽ 2021 ഈ ബുർഖ നിരോധിക്കുന്നതിന് ഒരു ഹിതപരിശോധന നടക്കുകയുണ്ടായി. അതിൽ 51% പേർ ബുർഖ നിരോധിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അതിനെതിരെ വലിയ പ്രതിഷേധം സ്വിറ്റ്സർലൻഡിൽ കഴിഞ്ഞ് കുറേ നാളുകളായി നടന്നു വരികയായിരുന്നു. അതിനിടയിലാണ് വലതുപക്ഷ പാർട്ടിയായ SVP പറഞ്ഞത് തീവ്രവാദം നിർത്തൂ, അതിനായി ബുർഖ ഒഴിവാക്കൂ എന്നാണ്. അങ്ങനെ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് SVP സ്വിറ്റ്സർലൻഡിൽ വലിയ ശക്തിയായി മാറുകയും ഭരണത്തിലേറുകയും ഒക്കെ ചെയ്ത് അവരാണിപ്പോൾ ഈ ബുർഖ നിരോധിച്ചിരിക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നെങ്കിലും ആ പ്രതിഷേധത്തിന് പുല്ലുവില പോലും നൽകിയില്ല. നമുക്കറിയാം, സമാധാന രാജ്യങ്ങളിൽ ഒന്നായിട്ടാണ് സ്വിറ്റ്സർലൻഡിനെ ഇതുവരെ കണക്കാക്കി പോന്നിരുന്നത്. സ്വിറ്റ്സർലൻഡ് മാത്രമല്ല, ടുണീഷ്യ, ഓസ്ട്രിയ, ഡെൻമാർക്ക്, ഫ്രാൻസ്, ബെൽജിയം അടക്കം 16 രാജ്യങ്ങളിൽ ബുർഖ നിരോധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിലുണ്ട്. ഏതായാലും യൂറോപ്യൻ യൂണിയനിലൊക്കെ ഈ തീവ്രവാദം പിടിമുറുക്കുമ്പോൾ മതമൗലികവാദികൾക്കും തീവ്രവാദികൾക്കുമെതിരെ സായിപ്പന്മാർ കർശനമായ നടപടികൾ എടുക്കുന്ന ഒരു കാഴ്ചയായിട്ട് വേണം നാം ഇതിനെ കാണുവാൻ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.